ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ബോംബ് ഭീഷണി. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തം. ഫോറൻസിക്സ് വിദഗ്ധ സംഘം പരിശോധന നടത്തി. പാർക്കിംഗ് ഏരിയയിലെ ജീവനക്കാരിയുടെ മൊഴി വീണ്ടും എടുത്ത് അന്വേഷണ സംഘം. അടാട്ട് അമ്പലങ്കാവിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കാനാട്ട് വീട്ടിൽ മോഹിതിന്റെ ഭാര്യ ശില്പ, മകൻ അക്ഷയ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. കുഞ്ഞിനെ കൊന്ന് അമ്മ തൂങ്ങി മരിച്ചുവെന്നാണ് സംശയം. വെള്ളിക്കുളങ്ങര ചൊക്കന എസ്റ്റേറ്റിൽ തൊഴിലാളി പാടികൾക്കു സമീപം കാട്ടാനയെത്തി. പുലർച്ചെ എത്തിയ കാട്ടാന മണിക്കൂറുകളോളം ജനവാസ കേന്ദ്രത്തിൽ നിലയുറപ്പിച്ചു. പാടികളിൽ കഴിയുന്ന തൊഴിലാളി കുടുംബങ്ങൾ ഭീതിയിൽ. വാർത്തകൾ വിശദമായി. തൃശൂർ മെഡിക്കൽ കോളേജിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. പ്രിൻസിപ്പാളിന് ഇമെയിൽ വഴിയാണ് സന്ദേശം രാവിലെ ലഭിച്ചത്. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള മെഡിയൽ ഐഡിയൽ നിന്നാണ് സന്ദേശം ലഭിച്ചത്. മെഡിക്കൽ കോളേജ് അധികൃതർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും മെഡിക്കൽ കോളേജിലെത്തി പരിശോധന നടത്തി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ തീപിടുത്തം നടന്ന സ്ഥലത്ത് തിരുവനന്തപുരത്ത് നിന്നെത്തിയ വിദഗ്ധ സംഘം പരിശോധന നടത്തി. അഡീഷണൽ SP ഷീൻ തറയിലിന്റെ നേതൃത്വത്തിലാണ് ഫോറൻസിക് സംഘം പരിശോധന നടത്തിയത്. സംഭവ സമയത്ത് പാർക്കിംഗ് ഏരിയയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരിയുടെ മൊഴി അന്വേഷണ സംഘം വീണ്ടും എടുത്തു. തീപിടുത്തത്തിൽ കത്തിനശിച്ച വാഹനങ്ങളുടെ എഞ്ചിൻ, ഷാസി നമ്പറുകൾ പരിശോധിച്ച് ഉടമകളെ കണ്ടെത്താനുള്ള ദൌത്യം പുരോഗമിക്കുകയാണ്. അതേസമയം തീപിടുത്തത്തിൽ നശിച്ച വാഹന ഉടമകൾ ആശങ്കയിലാണ്. ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് റെയിൽവേ പറയുന്നുണ്ടെങ്കിലും തുടർ നടപടികൾ വ്യക്തമായിട്ടില്ല. പോലീസും റെയിൽവേയും ഹെൽപ്പ് ഡെസ്ക് കേന്ദ്രീകരിച്ച് വിവരശേഖരണം നടത്തുന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് തീപിടുത്തമുണ്ടായത്. ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ച സംഭവത്തിൽ റവന്യൂ വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. അടാട്ട് അമ്പലംകാവിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്പലംകാവ് സ്വദേശി കാനാട്ട് വീട്ടിൽ മോഹിതിന്റെ ഭാര്യ 30 വയസ്സുള്ള ശില്പ, മകൻ 5 വയസ്സുള്ള അക്ഷയ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. കുഞ്ഞിനെ കൊന്ന് അമ്മ തൂങ്ങി മരിച്ചുവെന്നാണ് സംശയം. കുട്ടിയുടെ മൃതദേഹം കട്ടിലിലാണ് കണ്ടെത്തിയത്. പനിയായതിനാൽ മറ്റൊരു മുറിയിലാണ് കിടന്നിരുന്നതെന്ന് ഭർത്താവ് പോലീസിന് മൊഴി നൽകി. രാവിലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുറി തുറന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളിക്കുളങ്ങര ചൊക്കന എസ്റ്റേറ്റിലെ തൊഴിലാളി പാടികൾക്കു സമീപം കാട്ടാനയെത്തി. ഇന്നു പുലർച്ചെ 1 മണിയോടെയാണ് കാട്ടാന ജനവാസ കേന്ദ്രത്തിലെത്തിയത്. ശബ്ദം കേട്ട് തൊഴിലാളികൾ ഉണർന്ന് ഒച്ചയെടുത്ത് ആനയെ അകറ്റാൻ ശ്രമിച്ചെങ്കിലും നേരം പുലർന്നതുവരെ പാടികൾക്കരികിൽ കാട്ടാന നിലയുറപ്പിച്ചു. കഴിഞ്ഞ 1 മാസത്തിലേറെയായി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളിൽ കാട്ടാന എത്തുന്നുണ്ട്. ഏതാനും വർഷം മുൻപ് ഇവിടെയുള്ള പാടിക്കരികിൽ കാട്ടാനയെ കണ്ട യുവതി കുഴഞ്ഞു വീണ് മരിച്ച സംഭവമുണ്ടായിരുന്നു. ഇതിനുശേഷം പാടികളിൽ കഴിയുന്ന തൊഴിലാളി കുടുംബങ്ങൾ ഭീതിയിലാണ് ജീവിക്കുന്നത്. റബ്ബർ തോട്ടങ്ങളിലും കാട്ടാനകൾ വിഹരിക്കുന്നുണ്ട്. എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കാട്ടാനകൾ ആക്രമിക്കുന്ന സംഭവങ്ങളും മേഖലയിൽ വർദ്ധിച്ചു വരികയാണ്. ആര്യമ്പാടം സർവോദയം സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും തേനീച്ച കുത്തേറ്റു. പരിക്കേറ്റ 15ഓളം പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 13 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കുമാണ് തേനീച്ച കുത്തേറ്റത്. ഗ്രൌണ്ടിൽ കളിക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥികളെ തേനീച്ച ആക്രമിച്ചത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി വിജയികളാകുന്ന ജില്ലയ്ക്ക് നൽകുന്ന സ്വർണ്ണക്കപ്പിന്റെ ജില്ലകൾ തോറുമുള്ള പര്യടനത്തിന് കാസർകോട് തുടക്കം. തിരുവനന്തപുരത്ത് നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയത്. ജില്ലാ ട്രഷറിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണക്കപ്പ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ ഗിരീഷ് ചോലയിലിന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. 13 ജില്ലകളിലെ പര്യടനത്തിന് ശേഷം 12-ാം തീയതി സ്വർണ്ണക്കപ്പ് തൃശൂർ ജില്ലയിൽ തിരിച്ചെത്തും.
കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കെ സതീശന് TCV ആസ്ഥാനത്ത് സ്വീകരണം നൽകി. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഇഗ്നി മാത്യു, സെക്രട്ടറി ജോസ് പോൾ, ട്രഷറർ നന്ദകുമാർ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. TCV സാരഥികളായ PM നാസർ, AG സുബ്രഹ്മണ്യൻ, തൃശൂർ കേരള വിഷൻ ഫിനാൻസ് ഡയറക്ടർ P ഗോപകുമാർ എന്നിവർ ചേർന്നാണ് സ്വീകരണം നൽകിയത്. ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുമായുള്ള അഭിമുഖം ഇന്ന് രാത്രി 8 മണിക്ക് TCV സംപ്രേഷണം ചെയ്യും. മകന് നീതി തേടി തൃശൂർ വള്ളത്തോൾ നഗറിൽ നിന്ന് കാൽനടയായി ശബരിമല ദർശനം നടത്തുകയാണ് ഒരച്ഛൻ. സ്കൂളിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ 4ാം ക്ലാസ്സുകാരനായ തന്റെ മകനു വേണ്ടിയാണ് വെട്ടിക്കാട്ടിരി താഴപ്ര സ്വദേശിയായ സുനിലിന്റെ വേറിട്ട ശബരിമല യാത്ര. വ്രതമെടുത്ത് കറുപ്പുമുടുത്ത് ഇരുമുടിക്കെട്ടുമായി മാത്രമല്ല സുനിലിന്റെ ശബരിമല യാത്ര. മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പ്ലക്കാർഡുമുണ്ട് കയ്യിൽ. വെട്ടിക്കാട്ടിരി SNLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സുനിലിന്റെ മകൻ ഷാമിൽ. 2025 ജൂൺ 11 ക്ലാസ് മുറിയിൽ തെന്നി വീണ് ഷാമിലിന് ഗുരുതര പരിക്കുപറ്റി. ദിവസങ്ങളോളം മഴ പെയ്ത് ചോർന്നൊലിച്ച ക്ലാസ് റൂമിൽ വഴുക്കി വീണിട്ട് സ്പോട്ടിൽ മോന്റെ 2 പല്ല് പോയി, 4 പല്ലുകൾ പകുതി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രീറ്റ്മെന്റ് നോക്കിയെന്ന് ഡോക്ടർമാർ പറഞ്ഞു വെച്ചാൽ മോന് ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഒരു 10-30 വയസ്സാകുമ്പോഴത്തേക്ക് മോന്റെ ഒരുവിധം എല്ലാ പല്ലുകളും പൊട്ടിയും പൊഴിഞ്ഞു പോകുന്ന പറഞ്ഞിരിക്കണ്. പക്ഷെ 10-30 വയസ്സ് പറഞ്ഞിട്ട് പോലും ഇപ്പം ഈ ഒരു 8 മാസം ആകുമ്പോഴത്തേക്ക് മോന്റെ 2 പല്ലും കൂടി പോകാൻ നിൽക്കുകയാണ്. ചികിത്സ ഉറപ്പാക്കാമെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പ് നൽകി. എന്നാൽ ചികിത്സാ ചെലവേറുമെന്ന് കണ്ടതോടെ സ്കൂൾ അധികൃതർ പിന്നോക്കം പോയെന്ന് സുനിൽ പറയുന്നു. സ്കൂളുകാർ ആദ്യമൊക്കെ ഞങ്ങളോട് സഹകരിച്ചിട്ട് പിന്നീട് പൈസ ചെലവാകുന്നു കണ്ടപ്പം അവർ ഇത് ട്രീറ്റ്മെന്റിൽ നിന്ന് പിന്മാറി. സ്കൂളുകാർ പറയുന്നത് താൻ വേണേ കേസിന് വെക്കുമെന്നാണ് പറയുന്നത്. കേസ് നടത്താൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഞാനുള്ളത്. കാരണം കേസ് നടത്താൻ പറ്റിയ അത്തരം പൈസ കാര്യങ്ങളൊന്നും എനിക്കില്ല. മകന്റെ ചികിത്സ എന്ന ആവശ്യം മാത്രം മുന്നോട്ട് വെച്ച് നിരന്തരം സ്കൂൾ അധികൃതരെ സമീപിച്ചപ്പോൾ നിരവധി ആരോപണങ്ങൾക്കും വിധേയനാകേണ്ടിയും വന്നു. 20,000 രൂപയുടെ ട്രീറ്റ്മെന്റിന് 1,71,500 രൂപയുടെ ബില്ലുമായി ചെന്നിട്ട് അത് അന്ന് കിട്ടിയില്ലെങ്കിൽ 50 ലക്ഷം രൂപ എനിക്ക് നഷ്ടപരിഹാരം തരണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. തെറ്റായൊരു കാര്യമാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ അവിടെ LKG UKG പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുടെ കയ്യിലാണ് ആ ബില്ല് കൊടുത്തിട്ടുള്ളത്. എനിക്ക് വേറൊരു കോപ്പിയാണ് തന്നിട്ടുള്ളത്. ആ കോപ്പി എടുത്ത് പിടിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോയതെന്ന് പറയുന്നത്. സ്കൂൾ അധികൃതർ നിസ്സംഗത തുടരുന്നതിനാൽ മകന് ചികിത്സ ഉറപ്പാക്കാൻ വകുപ്പും സർക്കാരും ഇടപെടണമെന്നാണ് സുനിലിന്റെ ആവശ്യം. ഇപ്പം മോന്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. എന്റെ ആവശ്യം കുട്ടിയുടെ ചികിത്സയാണ്. അപ്പൊ ഇതുവരെ ഞങ്ങൾക്ക് എവിടെ നിന്നും ഒരു നീതി കിട്ടിയില്ല. അപ്പൊ എന്റെ മോന് നീതി കിട്ടണം എന്നുള്ള ഒരു ഇതിലാണ് ഞാനിപ്പോ ഈ ഒരു യാത്ര നടത്തിക്കൊണ്ടിരുന്നത്. യാത്ര തൃശൂരിലെത്തിയപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കാണാനും നിവേദനം നൽകാനും അവസരം ലഭിച്ചു. ഇടപെടൽ ഉറപ്പു നൽകിയ മന്ത്രി തുടർ നടപടികൾക്ക് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകി. കൂടാതെ മനുഷ്യാവകാശ സംഘടനയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് സുനിലിന്റെ ശബരിമല യാത്ര. നിലവിൽ കുട്ടി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയിലാണ്. TCV തൃശൂർ. തൃശൂർ കളക്ടറേറ്റിലെ ലിഫ്റ്റിൽ 2 ജീവനക്കാർ കുടുങ്ങി. അരമണിക്കൂറോളം ലിഫ്റ്റിൽ കുടുങ്ങിയ ജീവനക്കാരെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെത്തിച്ചത്. തിരുവില്ലാമല മല്ലേശമംഗലം റോഡിന് സമീപത്തെ പുൽക്കാടുകൾക്ക് തീപിടിച്ചു. വടക്കാഞ്ചേരി അഗ്നിശമന സേനയെത്തി തീയണച്ചു. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ TR ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം തീയണയ്ക്കാൻ നേതൃത്വം നൽകി. കൊടകര ആളൂരിൽ ജനവാസ മേഖലയിൽ ഉപയോഗശൂന്യമായ കിണറ്റിൽ നിക്ഷേപിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് തീപിടിച്ചു. പുക ശ്വസിച്ച് സമീപവാസികൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. ചാലക്കുടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റ് തടഞ്ഞ നടപടി ജനുവരി 21 വരെ ഹൈക്കോടതി നീട്ടി. കേസിൽ പരാതിക്കാരിയെ ഹൈക്കോടതി കക്ഷി ചേർത്തു. ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്.
കൊയ്ത്ത് കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും നെല്ല് സംഭരിക്കാത്തതിൽ വലയുകയാണ് പോർക്കുളം പഞ്ചായത്തിലെ വേദക്കാട് പാടശേഖരത്തിലെ കർഷകർ. ചാക്കുകളിൽ ശേഖരിച്ച നെല്ലിന് കാവലിരിക്കുകയാണ് കർഷകർ. പലതവണ പരാതിപ്പെട്ടിട്ടും നെല്ല് സംഭരണം തുടങ്ങിയില്ലെന്ന് കർഷകനായ മധു പുനാത്തൂർ പറഞ്ഞു. മേഖലയിൽ 180 ഏക്കറോളം പാടത്താണ് കർഷകർ കൃഷി ഇറക്കിയത്. രോഗബാധകളെ പ്രതിരോധിച്ചാണ് കർഷകർ മികച്ച വിളവ് നേടിയത്. നെല്ല് സംഭരിക്കാത്തത് മൂലം വൻ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാകുന്നത്. ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയുടെ സാംസ്കാരിക വേദിയിൽ സംഗീതത്തിന്റെ മാന്ത്രികത പെയ്തിറങ്ങി. മലപ്പുറം ഐരൂർ സ്വദേശിനി ഗംഗാ ശശിധരന്റെ ഗംഗാ തരംഗം വയലിൻ ഫ്യൂഷൻ കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ശങ്കർ മഹാദേവന്റെ പ്രശസ്തമായ ഏകദന്തായ വക്രതുണ്ടായ എന്ന ഗണപതി സ്തുതിയോടെയായിരുന്നു കച്ചേരിയുടെ തുടക്കം. വയലിനിൽ ഈ കീർത്തനം വിരിഞ്ഞതോടെ തന്നെ സദസ്സ് കയ്യടികളാൽ നിറഞ്ഞു. തുടർന്ന് ശാസ്ത്രീയ സംഗീതത്തിലെ അലൈപ്പായുതേ കണ്ണ എന്ന കൃതിയുടെ ആവിഷ്കാരം അരങ്ങേറി. തവിലിൽ തൃപ്പുണ്ണിത്തുറ ശ്രീകുമാറും ഘടത്തിൽ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണനും ചേർന്നൊരുക്കിയ താളലയങ്ങൾ വയലിൻ നാദത്തിന് കരുത്തേകി. വിജയകുമാർ ഡ്രം പാഡിലും സുനിൽ ലാൽ ചേർത്തല കീബോർഡിലും ഗംഗയ്ക്ക് പിന്തുണ നൽകി. 1.5 മണിക്കൂറോളം സരസ്വേദിയെ സംഗീതസാന്ദ്രമാക്കിയ വിസ്മയ പ്രകടനത്തിനൊടുവിൽ മന്ത്രി MB രാജേഷ് ഗംഗാ ശശിധരനെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. TCV കുന്നംകുളം. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. മതിലകം പഞ്ചായത്തിന് കീഴിലുള്ള കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ആശുപത്രി നടത്തിവരുന്ന വിവിധ ദേശീയ ആരോഗ്യ പരിപാടികൾ, മറ്റു സേവനങ്ങൾ എന്നിവയെല്ലാം പരിശോധിച്ചാണ് സ്ഥാപനത്തിന് അംഗീകാരം നൽകിയത്. ഓരോ വർഷവും 2 ലക്ഷം രൂപ വീതം 6 ലക്ഷം രൂപ ദേശീയ അംഗീകാരം ലഭിച്ച വകയിൽ ആശുപത്രിക്ക് ലഭിക്കും. കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തകരെ മതിലകം പഞ്ചായത്ത് ആദരിച്ചു. പഞ്ചായത്തിന്റെ ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സംഗീതയ്ക്ക് സമ്മാനിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, വൈസ് പ്രസിഡന്റ് PM ആൽഫ, പഞ്ചായത്ത് അംഗം സുനിൽ P മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ET ടൈസൺ MLAയും കുടുംബാരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ പിണ്ടിപ്പെരുന്നാളിന് കൊടിയേറി. കത്തീഡ്രൽ വികാരി ഫാദർ ലാസർ കുറ്റിക്കാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 10 മുതൽ 12 വരെയാണ് പിണ്ടിപ്പെരുന്നാൾ.
ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബറിന് LDFന്റെ നേതൃത്വത്തിൽ പുന്നയിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. VV ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, കൌൺസിലർമാരായ P യതീന്ദ്രദാസ്, KC സുനിൽ, ഷാജിദ ഹാഷർ, പൊതുപ്രവർത്തകൻ ഫിറോസ് P തൈപ്പറമ്പിൽ, CPM ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരപ്പത്താഘോഷത്തിന്റെയും കൊടിയേറ്റവും പറപ്പുറപ്പാടും നടന്നു. പൂജാകർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി, മേൽശാന്തി ജയചന്ദ്രൻ എമ്പ്രാന്തിരി എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രം മൂരാളൻ കൊടിലിങ്ങൽ ബാലകൃഷ്ണൻ നമ്പ്യാർ, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് വെളുങ്ങാട് ശിവശങ്കരൻ, സെക്രട്ടറി കക്കാട് ഗോവിന്ദൻകുട്ടി, ട്രഷറർ ശിവരാമൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ മാസം 24-നാണ് മകരപ്പത്താഘോഷം. കുമരനെല്ലൂർ ചങ്ങാലി മടപതി വിളക്ക് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കരുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുവാദ്യത്തോടെ മടപതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ്, വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവ നടന്നു. അകമല രഞ്ജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഉടുക്കുവാദ്യം അരങ്ങേറിയത്. ക്ഷേത്രത്തിൽ 2 ഭക്തരുടെ വകയായി സമർപ്പിച്ച ചുറ്റുവിളക്കിന്റെ ഉദ്ഘാടനവും നടന്നു. രക്ഷാധികാരികളായ ഉണ്ണികൃഷ്ണൻ, കൃഷ്ണൻകുട്ടി, നാരായണൻ, വിവേക്, മാധവൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി മാർത്തോമ ഇടവകയുടെ നവീകരിച്ച ദേവാലയത്തിന്റെ കൂദാശ നടത്തി. കൂദാശ കർമ്മം ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തൃശൂർ പട്ടാളം റോഡ് കാളിയമ്മൻ വിനായകർ കോവിലിൽ ഭഗവതിക്ക് ഗോളക സമർപ്പണം നടന്നു. നാദസ്വരം, താലം എന്നിവയുടെ അകമ്പടിയോടെയാണ് രഥത്തിൽ ഗോളക എഴുന്നള്ളിപ്പ് കൊണ്ടുവന്നത്. ഭഗവതിക്ക് 101 കരിക്കുകൊണ്ട് അഭിഷേകം നടന്നു. ഗോളക സമർപ്പണം പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി അഖിൽ മനക്കുടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആദിത്യൻ, അതുൽ, മിഥുൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക അരങ്ങേറി. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് സെക്രട്ടറി മണികണ്ഠൻ, പ്രസിഡന്റ് സച്ചിദാനന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുക്കാട് തൊറവ് ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി മധ്യവയസ്കൻ മരിച്ചു. വടക്കാഞ്ചേരി എങ്കങ്ങാട് സ്വദേശി ചെരുമിത്ത് വീട്ടിൽ 58 വയസ്സുള്ള സുലൈമാനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1:30-യോടെയാണ് സംഭവം. ലോക്കോ പൈലറ്റ് വിവരമറിയിച്ചതിനെ തുടർന്നാണ് സംഭവം അറിയുന്നത്. സുലൈമാന്റെ വീട്ടുകാർ എത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റത്തൂരിലെ കോൺഗ്രസ് നേതാവും ട്രേഡ് യൂണിയൻ ഭാരവാഹിയുമായിരുന്ന CT ജേക്കബ് മാസ്റ്ററുടെ 7ാം ചരമവാർഷികം കോടാലിയിൽ ആചരിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം ചെയ്തു. INTUC മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, പുതുക്കാട് നിയോജക മണ്ഡലം യൂണിയൻ വൈസ് പ്രസിഡന്റ് തോമസ് കാവുങ്ങൽ, CH സാദത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ, നൂർജഹാൻ, നവാസ്, PC വേലായുധൻ, സിന്ധു പ്രഭാകർ എന്നിവർ സംസാരിച്ചു. സംഗീതജ്ഞൻ പരമൻ അന്നമനടയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സർഗപ്രഭ പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് സമ്മാനിക്കും. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പരമൻ അന്നമനടയുടെ ഓർമ്മദിനമായ ജനുവരി 26-ന് പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ, ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VV ജയരാമൻ, സെക്രട്ടറി അന്നമനട ബാബുരാജ്, കൺവീനർ കലാഭവൻ ഡെൻസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിൽ വിദ്യാ സാരസ്വതി അർച്ചന ഈ മാസം 9, 10, 11 തീയതികളിൽ നടക്കും. വാർഷിക പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് സാരസ്വതാർച്ചന. മത്സര പരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും തയ്യാറെടുക്കുന്നവർക്കും സംഗീതോപാസകർക്കും അർച്ചനയിൽ പങ്കെടുക്കാം. 3 ദിവസവും ശാസ്താവിന്റെ തിരുസന്നിധിയിലെ നടപ്പുരയിൽ രാവിലെ 7 മുതൽ 7:40 വരെയാണ് അർച്ചന. തന്ത്രി KP കൃഷ്ണൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുമായി ബന്ധപ്പെടാവുന്നതാണ്.
ഗായകൻ പി ജയചന്ദ്രന്റെ 1ാം ചരമവാർഷിക ദിനമായ 9-ന് തൃശൂരിൽ വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. രാവിലെ 9:30-ന് സാഹിത്യ അക്കാദമി ആർട്ട് ഗാലറിയിൽ പുഷ്പാഞ്ജലി അർപ്പിക്കും. മന്ത്രി കെ രാജൻ സ്മൃതിദീപം തെളിയിക്കും. വൈകിട്ട് 5-ന് സാഹിത്യ അക്കാദമി MT ഹാളിൽ അനുസ്മരണ സമ്മേളനവും സംഗീത സന്ധ്യയും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാവരാഗം കോർഡിനേറ്റർ മധുസൂദനൻ, ജയരാജ് വാര്യർ, മുഹമ്മദ് റഷീദ് എന്നിവർ പങ്കെടുത്തു. ഓൾ ഇന്ത്യ കൺസ്ട്രക്ഷൻ പ്രോജക്ട് എംപ്ലോയീസ് യൂണിയൻ തൃശൂർ ജില്ലാ ജനറൽ ബോഡി യോഗം നടന്നു. ജില്ലാ പ്രസിഡന്റ് CP ദേവസി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KA ജോർജ്, ജില്ലാ ജനറൽ സെക്രട്ടറി വേലായുധൻകുട്ടി, ജില്ലാ ട്രഷറർ KV തോമസ്, സെക്രട്ടറി KT അബ്രഹാം, മോളി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക തുക എത്രയും വേഗം വിതരണം ചെയ്യണമെന്ന് സർക്കാരിനോട് യോഗം ആവശ്യപ്പെട്ടു. US-ലെ സ്കോളർ GPS പുറത്തിറക്കിയ ഗവേഷക റാങ്കിങ്ങിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ ആഗോള 1ാം റാങ്ക് അമേരിക്കൻ മലയാളി പ്രൊഫസർ ഡോക്ടർ ജസ്റ്റിൻ പോളിന്. കഴിഞ്ഞ 5 വർഷം നടത്തിയ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേട്ടം. തൃശൂർ മറ്റത്തൂർ സ്വദേശിയാണ് ഡോക്ടർ ജസ്റ്റിൻ പോൾ. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,795, പവന് 1,02,280. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ബോംബ് ഭീഷണി. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. പരിശോധനയിലൊന്നും കണ്ടെത്താനായി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തം. ഫോറൻസിക് വിദഗ്ധ സംഘം പരിശോധന നടത്തി. പാർക്കിംഗ് ഏരിയയിലെ ജീവനക്കാരുടെ മൊഴി വീണ്ടും എടുത്ത് അന്വേഷണ സംഘം. അടാട്ട് അമ്പലം കാവിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കാനാട്ട് വീട്ടിൽ മോഹിതിന്റെ ഭാര്യ ശില്പ, മകൻ അക്ഷയ് ജിത്ത് എന്നിവരാണ് മരിച്ചത്. കുഞ്ഞിനെ കൊന്ന അമ്മ തൂങ്ങി മരിച്ചുവെന്നാണ് സംശയം. വെള്ളിക്കുളങ്ങര ചൊക്കന എസ്റ്റേറ്റിലെ തൊഴിലാളിപ്പാടികൾക്ക് സമീപം കാട്ടാനയെത്തി. പുലർച്ചെ എത്തിയ കാട്ടാന മണിക്കൂറുകളോളം ജനവാസ കേന്ദ്രത്തിൽ നിലയുറപ്പിച്ചു. പാടികളിൽ കഴിയുന്ന തൊഴിലാളി കുടുംബങ്ങൾ ഭീതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.